നമുക്ക് പോകാം. അപ്പം ഞാൻ ഇന്ന് ആറന്മുള ക്ഷേത്രത്തിൽ പോവാം. അപ്പം ബസ്സിനാണ് പോകുന്നത് കേട്ടോ. അപ്പം ഞാനും ഉണ്ട്, എൻ്റെ ചേട്ടത്തിയും ഉണ്ട്, മോളും ഉണ്ട്, പിന്നെ മേതക്കുട്ടിയുണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ പോവാം കേട്ടോ. അപ്പോൾ ബസ് വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം ഒരുപാട് നാളിന് ശേഷം കേട്ടോ ഇങ്ങനെ ബസ്സിന് യാത്ര ചെയ്യുന്നത് കേട്ടോ. ഞാൻ പൊതുവെ വണ്ടിക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നപ്പോൾ അവരും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ഓർത്ത് ബസ്സിന് പോയേക്കുന്നത്. അപ്പോൾ മേതക്കുട്ടി കയ്യിൽ നിന്ന് ഉറങ്ങി കേട്ടോ. ഞങ്ങൾ ആദ്യം തെക്കേമല പോയി ഇറങ്ങി. അത് കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ ആറന്മുളയ്ക്ക് വണ്ടിയിൽ കയറി, ബസ്സിൽ കയറി. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോയി. അപ്പോൾ ആറന്മുള ക്ഷേത്രത്തിൽ എത്തി. ആറന്മുള ക്ഷേത്രത്തിൽ അകത്ത് വീഡിയോസൊന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ മോളാണല്ലോ അതിൽ കൂടെ ഓടുക കേട്ടോ. അപ്പോൾ ഇതാണ് ആറന്മുളയിലെ വള്ളം കളിയൊക്കെ നടക്കുന്ന സ്ഥലം. അപ്പോൾ ഇന്ന് സദ്യയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് കഴിക്കാനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് ഞങ്ങളതിന് നിന്നില്ല. അപ്പോൾ ഞങ്ങൾ തൊഴുതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. അപ്പം പിള്ളേരുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റേതായിട്ട് പാടായിരുന്നു കേട്ടോ. കാരണം പിള്ളേരൊക്കെ അടങ്ങിയിരിക്കത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. പിന്നെ അവർക്ക് പറ്റിയ സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അവർ കടയിൽ കയറി, അവളാണെങ്കിൽ കടയിൽ കയറി അതെല്ലാം വേണമെന്ന് പറഞ്ഞ് എടുക്കാൻ വേണ്ടി കയറുന്നത് കേട്ടോ. പിന്നെ നൈസായിട്ട് ഞങ്ങളിങ്ങനെ അവളെ വിളിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കാണുന്നതാണ്, ഞങ്ങൾ ആദ്യം കയറി ബസ് കിട്ടാൻ കുറച്ച് പാടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ തെക്കേമലയിൽ നിന്ന് ഇലന്തൂരിലേക്ക് ബസ് കയറി. ഇലന്തൂരിൽ നിന്ന് ഞങ്ങൾ വേറെ ബസ് കയറിയാൽ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. അപ്പം അങ്ങനെ എല്ലാം കണ്ട് ഞാൻ വീട്ടിലേക്ക് എത്തി.